എടാ വിജയ, എന്താടാ ദാസ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാൻ എന്താ? ഇങ്ങനൊരു ഡയലോഗ് ഓർമ്മയില്ല? ശരിക്കും ഈ ഒരു ബുദ്ധി ഉണ്ടല്ലോ കുറച്ച് മുന്നേ തോന്നായിരുന്നു എന്ന് ഇന്ത്യൻ മാനേജ്മെന്റിനോട് പറയുന്നൊരു ഡയലോഗായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. കാരണം എന്താ അറിയോ, ഇതിന് മുന്നേയും ഇത് സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു തരുന്ന ആരെക്കുറിച്ചല്ല, നമ്മുടെ സഞ്ജു സാംസനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്നത്തെ മാച്ചിനെ കുറിച്ചിട്ടാണ്. കാരണം ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് സഞ്ജു സാംസനെ കുറിച്ച് എന്തായാലും പറയണം. കാരണം എന്താ അറിയോ, ഇതിന് മുന്നേ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നത്. ഏതോ ഒരു സമയത്ത് നമ്മൾ 200 ടോട്ടലിലോട്ട് എത്താൻ ഭയങ്കര കഷ്ടപ്പെടായിരുന്നു. 1-2 മാച്ച് അങ്ങനെ കഷ്ടപ്പെട്ട്, എല്ലാവരും ഫോമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും 200 കടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സഞ്ജു സാംസൺ ഒരു മാച്ചിൽ വന്ന് നമ്മൾ 200 കടന്ന്, ഈസി ആയിട്ട് കടന്ന്. ആ ഒരു ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. സഞ്ജുവിന്റെ ആ ഫസ്റ്റ് 2 സിക്സ് ഒരു 4 പറഞ്ഞു വരുമ്പോൾ 15 ബോളിൽ 24 റൺസേ ഉള്ളൂ. പക്ഷെ ആ 2 സിക്സ് ഒരു 4-നുള്ള ഇമ്പാക്ട്, മറ്റുള്ള പ്ലേയേഴ്സിന് കൊടുക്കുന്ന പ്രഷർ കുറവ്. ആദ്യം തന്നെ ഇങ്ങനെ അടിക്കാൻ കഷ്ടപ്പെടായിരുന്നു കഴിഞ്ഞ മാച്ചിലൊക്കെ. 2026 വേൾഡ് കപ്പിൽ സഞ്ജു കളിച്ച 2 മാച്ചിലാണ് നമ്മൾ 200 കടന്നേക്കണേ. അതിന് ഇന്നത്തെ വെറും 200 കടന്നല്ലേ, 256 റൺസ് 4 വിക്കറ്റിന് ഗംഭീര അടി അടിച്ചത് അല്ലെ. സഞ്ജു വരുമ്പോഴേക്ക് എല്ലാവരും ഫോമിലേ. അഭിഷേകിന് ഒരു പ്രഷറില്ല. അഭിഷേക് 55 റൺ എടുക്കുന്നു, ഹാർദിക് പാണ്ഡ്യ 50 അടിക്കുന്നു, നമ്മുടെ ഇഷാൻ കിഷൻ 30 സംതിങ് റൺ ഉണ്ട്. അതുകൂടാണ്ട് എന്താ പറയാ, വന്ന എല്ലാവരും, തിലക് വർമ്മയുണ്ട് 44 റൺസ്. ശരിക്കും ഇനിയും കുറച്ച് സമയം ഉണ്ടെങ്കിൽ എല്ലാവരും 15 സെഞ്ചുറി ഒക്കെ അടിച്ചാൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു മാച്ച്. അതാണ് ആ ഒരു തുടക്കം കൊടുക്കാന്ന് പറയില്ല, ആ ഒരു ഇമ്പാക്ട് സഞ്ജു കൊടുക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ ഈസി ആയിട്ട് പോകും. ആ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ കണ്ടത്. നമുക്ക് പറഞ്ഞ് നോക്കുന്ന സമയത്ത് പറയാം ചെറിയ റണ്ണാണ്, അധികം സ്കോറിലോട്ട് പോയില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിൽ തന്നെ ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് റണ്ണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആള് ഏത് രീതിയിലാണ് കളിച്ചിട്ടുള്ളതെന്നും അത് വേറെ പ്ലേയേഴ്സിന് എത്രത്തോളം പ്രഷർ കുറച്ചിട്ടുണ്ടെന്നുള്ളൂ. ഈ ഒരു മിസ്സിംഗ് ആണ് കഴിഞ്ഞ കുറച്ച് മാച്ചസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊരു മാച്ച് നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ 200 കടന്നിരുന്നു. അന്നും സഞ്ജു ഉണ്ടായിരുന്നു. സംഭവം അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഫീൽഡിങ് സമയത്തും ലാസ്റ്റത്തെ ആ ഒരു ക്യാച്ച് സഞ്ജുവിന്റെ ഒരു പൊളി ക്യാച്ച് ആയിരുന്നല്ലേ. ശരിക്ക് വിട്ടു പോവാൻ സാധ്യതയുള്ള ഒരു ക്യാച്ച്. നമുക്കറിയാലോ, നമ്മളെ സഞ്ജുവിന്റെ വിളിപ്പേര് തന്നെ ഫ്ലൈയിങ് ചേട്ട എന്നാണ്, അല്ലെങ്കിൽ ഫ്ലൈയിങ് ചേട്ടൻ, അല്ലെങ്കിൽ ഫ്ലൈയിങ് ചേട്ട, അങ്ങനെയൊക്കെയാണ് വിളിക്കാറ്. ആ ഒരു സാധനം ഇന്നുണ്ടായിരുന്നു. അത്രയും ടഫായിട്ട് കിട്ടുന്ന ഒരു ക്യാച്ച് ആള് പുഷ്പം പോലെ ഭയങ്കര ഈസി ആയിട്ട് പിടിച്ച പോലെ തോന്നി. കാരണം നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്, പക്ഷെ അത് ഭയങ്കര ടഫാന്നുള്ളത് ആ സമയത്തെ കമന്റേറ്റേഴ്സ് തന്നെ പറയുന്നുണ്ട്.